ഫങ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ ഡ്രസ്സ് പോയി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സിൻ്റെ നെക്ക് എന്ന് പറയുന്നത് കുറച്ച് കയറിക്കുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ബോറായിട്ട് തോന്നി. കുറച്ച് വീതിയൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതൊക്കെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് ലെവലാക്കി എടുക്കാമെന്ന് കരുതി. ഒക്കെ ഷേപ്പാക്കി ലെവലാക്കിയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന വഴിയാട്ടോ ഗൈസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവളുടെ അടുത്ത് പോയിട്ട് നെക്കൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തു, ഒന്ന് ഷേപ്പ് ചെയ്തു. ഇങ്ങനത്തെ ഡ്രസ്സ് കുറച്ച് ഷേപ്പിലിട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇന്നലെ എടുത്ത ഡ്രസ്സ് ഇതാണ്. പിന്നെ ഈ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ ആക്കി അവൾ ചെയ്ത് തന്നു കേട്ടോ. ഇതാണ് ചെയ്ത ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇട്ടിട്ടൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എപ്പോഴാണോ ഫങ്ഷനൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണെന്ന്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഓർമ്മയില്ലേ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ 2 ചുരിദാർ എടുക്കാത്തതുണ്ട്? അതിലത്തെ ഒന്ന് ഇതാണ്. ഇതൊന്ന് ഷേപ്പ് ചെയ്തു. ഒരു ചുരിദാർ ഇതാണ്. ഇതാണ് ഫസ്റ്റത്തെ ചുരിദാർ. പിന്നെ രണ്ടാമത്തേന്ന് പറയാൻ, ഞാൻ ഒരു ചുരിദാർ എടുത്തു. ഷോപ്പിൽ കണ്ടപ്പം ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഷോപ്പ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കാനെന്ന് വെച്ചാൽ താമരശ്ശേരിയിൽ നിന്ന് എടുത്തതാണ്. തിരിച്ചു പോകുക എന്ന് പറയുന്നത് മെനക്കെടുള്ള പണിയാണ്. അപ്പം പിന്നെ ഒരു ചുരിദാറല്ലേ എന്ന് കരുതി ഇതിനോട് ഞാനൊന്ന് പൊരുത്തപ്പെട്ടു. ആ ഒരു ചുരിദാറാണിത്. ഇതെടുത്തിട്ട് ഒരു 2-3 റീല് ഞാനായിട്ട് പോസ്റ്റ് ചെയ്തു. എൻ്റെ മാനസിക വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 3 റീലായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ റീലെടുക്കാൻ മാത്രമേ ഈ ചുരിദാർ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം 3 കൂട്ടം ചുരിദാറാണ് ഫ്രഷ് ആയിട്ടുള്ളത്. ഇന്നലെ ആ ലൈവിൻ്റെ അകത്ത് ലാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊച്ചുണ്ട്. ആ കൊച്ച് ഇന്നലെ പറഞ്ഞു, ജസ്നത്ത ഞാൻ ഡ്രസ്സ് മേടിക്കാൻ വീട്ടിലോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞപ്പം അരുൺ എടുത്തേ വൈകി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ നീ ഒരു ലോറി വിളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പരിപാടി കഴിഞ്ഞിട്ട് ഇവനെ ഒന്നും കഫ്താനാക്കി മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. ഇതേ മോഡലൊരു സെയിം പാറ്റേണിൽ ഞാൻ ഷോപ്പിലെ ഒരു കഫ്താൻ കണ്ടു. എനിക്കിഷ്ടമായി. ഞാനത് എടുക്കാനും തീരുമാനിച്ചു. പക്ഷെ ഉള്ളിലിടുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് എൻ്റെ പൊന്നൊരൊക്കെ എങ്ങനെയപ്പം നമ്മൾ പറയേണ്ടത്, അത്രക്ക് നൈസായിട്ടുള്ള 2500 ആണ് റേറ്റ് വരുന്നത്. പക്ഷെ ആ 2500-ൻ്റെ ഒരു ലേശം ക്വാളിറ്റിയെങ്കിലും ഉള്ളിലിടുന്നതിന് വേണം. ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്ന് 2500 എടുത്താൽ ഒക്കൂലെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു അതിനെന്താ നല്ല വർക്കില്ലേ, നല്ല മെറ്റീരിയൽ. ഞാൻ പറഞ്ഞു ഇത് നല്ല വർക്കുണ്ട്, മെറ്റീരിയലുണ്ട്, പക്ഷെ ഉള്ളിലിടുന്ന സാധനം പക്ക അബദ്ധമല്ലേ എന്നാണ്. ഇതേ മോഡൽ തന്നെയുള്ള വേറൊരു നല്ല ലെങ്തി ഷാളുണ്ട് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അവനൊന്ന് മേക്ക് ഓവർ ചെയ്തേക്കാം. ഞാൻ ഈ ഒരു ഫങ്ഷന് പോകുന്നതിൻ്റെ ഉള്ളിൽ കൂടി അത് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കാരണം ഇതും അവനും ഒരേ മോഡലാണ്. അപ്പം അതുകൊണ്ട് വേണ്ട, മേക്ക് ഓവർ പിന്നെ ചെയ്യാൻ മതി. അപ്പം ചുരിദാർ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പം 3 ചുരിദാറാണുള്ളത്. 3 ഫ്രഷാണ്. ചിലരെന്നെ അങ്ങോട്ട് കളിയാക്കും, എനിക്കിടാനൊന്നും ഡ്രസ്സില്ല, മേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവരവിടെ കളിയാക്കുമ്പോൾ ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എത്രമാത്രം ഞാൻ ആ വിഷമം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണെന്നുള്ളതറിയോ? അപ്പോൾ അതും കൂടി പറഞ്ഞുകൊണ്ട് മെല്ലെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ വേഗം നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, ടാറ്റാ.